ഉറ്റവരോടും ഉടയവരോടും ഒരു വിട പോലും ചോദിക്കാതെ ഒരു പോക്ക്. ആ യാത്രയിൽ അവരറിഞ്ഞു കാണില്ല തങ്ങൾ പറന്നുയരുന്നത് മരണത്തിലേക്കാണെന്ന്. നമ്മുടെ ഓരോ ജീവിതവും അങ്ങനെ തന്നെയാണ്. നനച്ചിരിക്കാതെ ഒരു കള്ളനെ പോലെയാണ് അപ്രതീക്ഷിതമായി മരണം എന്ന സത്യം നമ്മളെ തേടിയെത്തുക. അവിടെ വിട ചോദിക്കാനോ ഒന്ന് വിട പറഞ്ഞ് അവസാനത്തെ ചുംബനം നൽകി മടക്കയാത്ര ചൊല്ലാനോ നമുക്കാരും കൂടെ ഉണ്ടാകണമെന്നില്ല. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന വിമാനത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സന്തോഷങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കൂടിച്ചേരലുകളുടെ പ്രതീക്ഷയുണ്ടായിരുന്നു. അതെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് അഹമ്മദാബാദിലെ വിമാനത്താവളത്തിൽ നിന്നും സുരക്ഷിതമായി പറന്നു പൊങ്ങിയ എയർ ഇന്ത്യ വിമാനം അതീവ ദൂരത്തിലല്ലാതെ തകർന്നു വീണത്. ആ പൈലറ്റ് മെയ്ഡേ മെയ്ഡേ എന്ന് പറയുമ്പോൾ മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാകാം, ഈ വിമാനം ഒന്നുയർന്നു പൊങ്ങിയെങ്കിലെന്ന്. നമ്മുടെ എല്ലാം ജീവിതവും അങ്ങനെ തന്നെയാണ്. മരണത്തിൻ്റെ വക്കിലെത്തുമ്പോൾ നമ്മളെല്ലാം ഒന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഒന്നുകൂടി ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒന്നുകൂടി ഈ ജീവിതത്തെ, ആ സ്വപ്നത്തെ, ആ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പലപ്പോഴും നമുക്ക് നഷ്ടമാകുന്നത് അതിൻ്റെ എഡ്ജിലാണ്, അതിൻ്റെ വക്കിലാണ്, അതിൻ്റെ വരമ്പത്താണ്. നമ്മുടെ ജീവിതം ചെറുതാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ജീവിതം വളരെ വളരെ ചെറുതാണ്. അത് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ, എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുമോ, എത്രത്തോളം ക്ഷമിക്കാൻ പറ്റുമോ, എത്രത്തോളം കൊടുക്കാൻ പറ്റുമോ, അതെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ ആകട്ടെ, നാളെ ആകട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിട പറയാൻ ആരുമുണ്ടാകില്ല, നമുക്ക് കൊടുത്തു തീർക്കാൻ ആരുമുണ്ടാകില്ല, നമുക്ക് സ്നേഹിച്ച് തീർക്കാൻ ആരുമുണ്ടാകില്ല. മരണം അങ്ങനെ നമ്മളെ തട്ടിക്കൊണ്ടുപോകും. ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത്. എത്രയോ അധികം ആളുകൾ അവരുടെ പ്രതീക്ഷകൾ, അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ എല്ലാം ആ വിമാന ദുരന്തത്തിൽ ഇല്ലാതായി. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കും ചിന്തിക്കാം, നമുക്കൊരു ജീവിതമേ ഉള്ളൂ, അത് സന്തോഷത്തോടെ നന്ദിയോടെ ജീവിച്ചു തീർക്കാമെന്ന്. ഐപ്പ് പള്ളിക്കാടൻ, നമസ്കാരം.